ഇനി സ്പോട്ട് ലൈവ് പോകുന്നത് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിലാണ് സംസ്ഥാനത്തേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്നത്. ഇന്ന് പകലും കൊച്ചിയിലേക്ക് ലഹരിക്കടത്ത് നടത്തുന്ന 3 അംഗ സംഘം പിടിയിലായി. കൊച്ചി ആലപ്പുഴ സ്വദേശികളായ ജോസഫ്, ജിബിൻ, മുനീർ എന്നിവരെയാണ് എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് യുവതി അടങ്ങുന്ന 3 അംഗ സംഘത്തെ എറണാകുളം തൃപ്പൂണിത്തുറ പോലീസ് പിടികൂടുന്നത്. അതായത് 450 ഗ്രാമിലധികം വരുന്ന MDMA പിടികൂടുന്നു. വീണ്ടും കൊച്ചി നഗരത്തിൽ തന്നെ ലഹരി വേട്ട നടക്കുന്നു. അതായത് ഈ വിദ്യാർത്ഥികളെ, കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ലഹരി മരുന്ന് എത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ടതല്ലേ? ബാംഗ്ലൂർ, ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരിയുടെ ഒരു ഒഴുക്ക് തന്നെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമുക്കിത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുന്ന ലഹരി വസ്തുക്കളെല്ലാം ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കൃത്യമായ വിവരം ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ നടക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ പിടിയിലായ വർഷ, അത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, ബംഗളൂരുവിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഈ വർഷ വഴി കേരളത്തിലേക്ക് നിരവധി തവണ ഇത്തരത്തിൽ ലഹരി MDMA അടക്കമുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലേക്കാണ് ഇത് പ്രധാനമായും എത്തുന്നത്. കൊച്ചിയിലെ വിദ്യാർത്ഥികളിലേക്കും സ്കൂൾ വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും യുവതികളിലേക്കും അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനിലുള്ളവരിലേക്കുമൊക്കെ എത്തുന്നതായി പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നോർത്ത് പോലീസിന് ലഭിച്ചൊരു പരാതി ഒരു ഓട്ടോറിക്ഷക്കാരന്റെയാണ്. എറണാകുളം സൗത്ത് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന അഗസ്റ്റിൻ പോലീസിന് പരാതി നൽകുന്നത് തന്നിൽ നിന്നും ഒരു 4 പേരുണ്ടെന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. ഈ 4 പേർ തന്നിൽ നിന്നും ഭീഷണിപ്പെടുത്തി 8 ലക്ഷം രൂപ കൈക്കലാക്കിയെന്ന്, തന്റെ പെൺമക്കളെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തന്നിൽ നിന്നും 8 ലക്ഷം രൂപ കൈക്കലാക്കിയതെന്നുള്ളൊരു പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ അഗസ്റ്റിനും ഈ കസ്റ്റഡി പ്രതികളായ ഈ ലഹരിക്കടത്തിൽ അറസ്റ്റിലായ 3 പേരും തമ്മിൽ സുഹൃത്തുക്കളാണ്. ഇവർ പരിചയക്കാരാണ്. പിന്നീട് എങ്ങനെ മറ്റേതോ ഒരു സാഹചര്യത്തിൽ ഇവരിൽ നിന്നും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയാണ് പോലീസിന് ലഭിച്ചത്. പോലീസ് ഇതൊരു അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണത്തിലാണ് കൊച്ചി ആലപ്പുഴ സ്വദേശികളായ ജോസഫ്, ജിബിൻ, മുനീർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇവർ ലഹരി സംഘങ്ങളാണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും ലഹരികൾ വാങ്ങുന്നു. ഈ വാങ്ങിയതിനു ശേഷം അവർ കൊച്ചിയിൽ വിവിധ ഇടങ്ങളിൽ യുവാക്കളിലേക്കായാലും മറ്റുള്ളവരിലേക്കും ഇങ്ങനെ ലഹരി കൈമാറ്റം ചെയ്യുന്ന സംഘത്തിലെ അംഗങ്ങളാണ് ഇവരെന്ന് പോലീസിന് മനസ്സിലായി. എന്തായാലും ഈ പരാതിക്കാരനായ അഗസ്റ്റിൻ, ഓട്ടോ ഡ്രൈവറായ അഗസ്റ്റിനും ഈ ലഹരി ഇടപാടുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണം ഏത് രീതിയിലാണ് ഈ പണം നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്, ഈ മക്കളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു പരാതിയാണ്. പെൺമക്കളെ തട്ടിക്കൊണ്ടു പോകുമെന്നുള്ളൊരു ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയതെന്ന് പറയുന്നു. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, ഇവർ തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് വരും മണിക്കൂറുകളിൽ പരിശോധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരാൾ 4 പേരുണ്ടെന്നാണ്, ഈ സംഘത്തിൽ 4 പേരുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതിൽ ഒരാൾ ഒളിവിലാണ്. ഇയാൾക്കായുള്ള തെരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരാണ് പ്രധാനമായും കൊച്ചിയിലേക്ക് ലഹരികൾ എത്തിക്കുന്നത്. ഉയർന്ന തുകയ്ക്ക് ഈ ലഹരികൾ വിൽക്കുന്നു. അതിന് പലരിലേക്കും ഇതിൽ എത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളായിക്കോട്ടെ, പ്രധാന യുവാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവരിലേക്ക് അടക്കം ഇവർ ലഹരികൾ എത്തിക്കുന്നുണ്ട് എന്ന് വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്നും അവരുടെ ഫോൺ അടക്കം പരിശോധിച്ച് കൂടുതൽ ആളുകൾ ഇതിലേക്കുണ്ടോ, മറ്റാർക്കൊക്കെയാണ് ഇവർ ലഹരി കൈമാറുന്നത്, ആരൊക്കെയാണ് ലഹരി വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും പ്രതികളെ റിമാൻഡിലായതിനു ശേഷം കസ്റ്റഡിയിൽ അതോടൊപ്പം അറിയേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ
അതിൻ്റെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായി ലഹരി സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണ്. ഈ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഈ ലഹരി സംഘങ്ങളുടെ പിടിയിൽപ്പെടുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടതാണ്. പോലീസ് സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ പരിശോധന കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആ രീതിയിലുള്ള ഒരു തീരുമാനം, ഒരു നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ചും തുടർച്ചയായി ഇത്തരം ലഹരി വേട്ട നടക്കുന്ന സാഹചര്യത്തിൽ. തീർച്ചയായും ടോം, ഈ പോലീസ് പറയുന്നത് ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ലഹരികൾ കേരളത്തിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഇവർ ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളെയാണ്, കൂടുതലും ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളെയാണ്, അതോടൊപ്പം യുവാക്കളെയും. അത് ഏത് മേഖലയിലെ, അതായത് ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന യുവാക്കളെ ആയാലും ഈ ലഹരി അവർ സ്വീകരിക്കുന്നു. നമ്മൾ ഈ അൽക്കാബോണിയുടെ കാര്യം, നമ്മൾ മോഡലായ അൽക്കാബോണിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പോലീസ് ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ റാമ്പിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇവർ ലഹരി നൽകുന്നു, ഈ യുവാക്കൾക്കും യുവതികൾക്കും ലഹരി നൽകുന്നു. അത് അവർക്ക് മറ്റൊരു തരത്തിലൊരു ആത്മവിശ്വാസം കൈവരിക്കാൻ ഈ ലഹരി ഉപയോഗിക്കുന്നതുകൂടി സഹായിക്കുന്നു. പിന്നീട് അവർ അതിനൊരു അഡിക്റ്റ് ആവുകയും ചെയ്തു, അടിമപ്പെടുന്നു. ഇതുവഴിയാണ് ഇവർ പ്രധാനമായും അവരുടെ ഈ ഒരു ബിസിനസ് വളർത്തിയെടുക്കുന്നത്. അതിനു മുൻപ് ഈ ജിമ്മിലെ ആളുകൾക്ക്, ഈ ജിം ബോഡി ബിൽഡർമാർക്ക് അവരുടെ മത്സരത്തിന് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ ബോഡി ബിൽഡിംഗ് നടത്തുന്നതിന് മുൻപേ ലഹരി ഉപയോഗിക്കുന്നു. അവർക്ക് വലിയ രീതിയിലുള്ളൊരു ഉത്തേജനം നൽകുന്നു. പിന്നീട് അവർ ഇതിലൊരു അടിമപ്പെടുന്ന ഒരു സാഹചര്യമാകുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ഉള്ളവർക്കും ഈ ലഹരി ഇടപാടുകൾ അല്ലെങ്കിൽ ലഹരി കൈമാറ്റപ്പെടുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കപ്പെടുന്നു എന്ന് കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലായി. മറ്റൊരു കാര്യം ഈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ അടക്കം ലക്ഷ്യമിട്ടാണ് ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പോലീസും എക്സൈസും സ്കൂൾ അധികൃതരും മാതാപിതാക്കളും അടക്കം ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണ്. കാരണം ഇന്ന് നിരവധി കുട്ടികൾ ലഹരിയുടെ അടിമകളാകുന്നുണ്ട്. ഇതിനെ പെൺകുട്ടികളെ അടക്കം ഇതിന് മുന്നിൽ നിർത്തിയാണ് ഈ ലഹരി സംഘങ്ങൾ സംസ്ഥാനത്തേക്ക് MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്.